നമസ്കാരം സുഹൃത്തുക്കളെ, ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണേ. അപ്പോൾ അറിയായിരിക്കുമല്ലോ, ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇംഗ്ലീഷ് ടോപ്പ് 20 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ചോദ്യം എടുക്കുക. അത് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം, അങ്ങനത്തെ ട്രിക്സാണ് പറയുന്നത്. ഇന്ന് 10ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഡെയിലി ഇങ്ങനെ ഇംഗ്ലീഷ് വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ ഇംഗ്ലീഷ് സെറ്റ് ആവും. അത് 100% ഷുവറാണേ. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് എല്ലാം കൂടി 10th മെയിൻസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. 10th മെയിൻസിന് മാത്രമല്ല, എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ചോദ്യപേപ്പറെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെയാണ്. 2018 നടന്നൊരു പരീക്ഷയാണ്. ആദ്യത്തെ ചോദ്യം, ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 1985. ഞാൻ പറഞ്ഞ റൂൾ ഒന്ന് ആലോചിക്കുക. ഇവിടെ പോയിന്റ് ഓഫ് ടൈമാണ് പറഞ്ഞേക്കുന്നത്. പോയിന്റ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഒരു കൃത്യസമയം. ഇപ്പൊ കൃത്യസമയം പറയുകയാണെങ്കിൽ സിൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. അതിന് മുന്നേ ഇവിടെ നോക്കേണ്ടത് ഹാവ് ബീൻ ലിവിങ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഫോർ അല്ലെങ്കിൽ സിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ കൃത്യസമയമായതുകൊണ്ട് സിൻസ് ആയിരിക്കും ഉത്തരം. ഇനി ഫോർ 5 years അല്ലെങ്കിൽ ഫോർ മോർ ദാൻ 2 years, ഒരു കാലഘട്ടം, ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ 4 ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. 5 years, many years, 30 years എന്നൊക്കെ പറഞ്ഞ് കാലഘട്ടം പറയുകയാണെങ്കിൽ അവിടെ 4 ആയിരിക്കും. കൃത്യസമയമാണെങ്കിൽ സിൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ കൃത്യസമയം ആയതുകൊണ്ട് സിൻസ്, കുറേ വർഷമായി താമസിക്കുന്നു അങ്ങനെയാണെങ്കിൽ 4 ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഇഫ് ഐ വെയർ എ മില്യണയർ ഡാഷ്. ഇതൊരു ഇമാജിനറി കണ്ടീഷനാണ്. ഞാനൊരു മില്യണയർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു, അങ്ങനത്തെ കണ്ടീഷൻ ഇല്ലേ. അപ്പൊ ഇമാജിനറി കണ്ടീഷനാണ്. അപ്പൊ ഇമാജിനറി കണ്ടീഷൻ ആവുമ്പോൾ ഇഫ് ക്ലോസിൽ ഐക്ക് ശേഷം വേർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇഫ് ക്ലോസിൽ ഐക്ക് ശേഷം വേർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, ഷുഡ് പ്ലസ് V1, കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ആയിരിക്കും ചേർക്കേണ്ടത്. ആ റൂൾ അറിയത്തില്ലെങ്കിൽ കൂടി നമ്മുടെ ഇഫ് ക്ലോസിലെ രണ്ടാമത്തെ റൂൾ ഓർത്താൽ മതി. രണ്ടാമത്തെ റൂൾ എന്താണ്? ഇഫ് ക്ലോസിൽ V2 വരുവാണ്. V2 എന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ്, അതായത് വാസോ വേറോ ഡിഡോ ഒക്കെ വരുവാണെങ്കിൽ അത് V2 ഫോം ആണ്. V2 വരുവാണെങ്കിൽ കൂടി ഈ റൂൾ തന്നെയല്ലേ. മെയിൻ ക്ലോസിൽ എന്താണ്? വുഡ് പ്ലസ് V1, കുഡ് പ്ലസ് V1, ഷുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1. അപ്പോൾ വുഡ് പ്ലസ് V1 വരുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഡി. ഐ വുഡ് ബൈ എ കാർ. ഞാനൊരു മില്യണയർ ആയിരുന്നെങ്കിൽ ഞാൻ കാറ് വാങ്ങിയേനെ, ഞാനൊരു കാറ് വാങ്ങിയേനെ. ഇമാജിനറി കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദി മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക, നീട്ടിവെക്കുക, മാറ്റിവെക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. പോസ്റ്റ്പോൺഡ്, പോസ്റ്റ്പോൺഡ്, പുട്ട് ഓഫ്. അടുത്തത്, ഡാഷ് വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഒരു പെർട്ടിക്കുലർ വെല്ലിലെ വാട്ടറിനെ പറ്റിയാ പറയുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് എന്താ? ദായാണ് യൂസ് ചെയ്യാനുള്ളത്. ഒരു പെക്യൂലിയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കിണറ്റിലെ വെള്ളം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. ഒരു പ്രത്യേക കിണറ്റിലെ അല്ലെങ്കിൽ ദ വെൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആ ഒരു കിണറിനെയാണ് ചൂണ്ടി പറയുന്നത്. അപ്പൊ ആ കിണറ്റിലെ വെള്ളം, ആ കിണറ്റിലെ എന്തിനെയാണ് പറയുന്നത്? വെള്ളത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ദ വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. കിണറ്റിലെ വെള്ളം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് കൊണ്ട് ദ ചേർക്കണം. ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ വേണം ചേർക്കാൻ. അടുത്ത ചോദ്യം, പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലോ. സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താ? സൺസ് ഇൻ ലോ ആണ്. സണ്ണിനെ വേണം അവിടെ പ്ലൂറൽ ആക്കി സൺസ് ആക്കാൻ. അപ്പോൾ സി ആയിരിക്കും ഉത്തരം. സൺസ് ഇൻ ലോ. അതുപോലെ ഡോട്ടർ ഇൻ ലോ, ഡോട്ടേഴ്സ് ഇൻ ലോ. സണ്ണിനെ വേണം അവിടെ പ്ലൂറൽ ആക്കാൻ. ലോയിനെ പിന്നെ ലോസ് എന്നാക്കേണ്ട ആവശ്യം ഇല്ല, അത് തെറ്റാണ്. സൺസ് ഇൻ ലോ, സണ്ണിനെ മാത്രം സൺസ് ആക്കിയാൽ മതി. അടുത്ത ചോദ്യം, ഓഫ് മൈ
2 daughters. Sheila is the dash. ഇവിടെ ദാ കണ്ടതുകൊണ്ട് ചാടിക്കേറി സൂപ്പർലേറ്റീവ് ഡിഗ്രിയായ എൽഡസ്റ്റോ ഓൾഡസ്റ്റോ എഴുതരുത്. ഫ്രണ്ടിലേക്ക് നോക്കാം. ഓഫ് മൈ 2 daughters, 2 പെൺമക്കളെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ 2ൽ കൂടുതൽ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ മൊത്തം കമ്പയർ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 പേരെ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് കമ്പാരേറ്റീവ് ഡിഗ്രി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പാരേറ്റീവ് ഡിഗ്രി ഇ ആർ വരുന്നതാണ് കമ്പാരേറ്റീവ് ഡിഗ്രി. എൽഡറും ഉണ്ട് ഓൾഡറും ഉണ്ട്. എൽഡർ ആണോ ഓൾഡർ ആണോ? ഒരു ഫാമിലിയിലെ ആൾക്കാരെ ആണെങ്കിൽ അത് എൽഡർ ആയിരിക്കും. ഫാമിലിക്ക് പുറത്തുള്ള ആൾക്കാരെ ആണെങ്കിൽ ഓൾഡർ ആയിരിക്കും ചേർക്കുന്നത്. ഇവിടെ ഓഫ് മൈ 2 daughters എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ 2 പേരല്ലേ, അപ്പോൾ അവിടെ എന്താണ് എൽഡർ. അതുപോലെ സൂപ്പർലേറ്റീവ് ആകുമ്പം എൽഡസ്റ്റ് വരും. ഫാമിലിക്ക് പുറത്തുള്ള ആൾക്കാരെ പറയുകയാണെങ്കിൽ ഓൾഡറോ ഓൾഡസ്റ്റോ ചേർക്കാം. അപ്പോൾ ഇവിടെ 2 പേരെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കമ്പാരേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാനുള്ള. ദാ കണ്ടതുകൊണ്ട് ചാടിക്കേറി സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് പോകരുത്. ആദ്യത്തെ പാർട്ട് 2 പേരെ ആയതുകൊണ്ട് കമ്പാരേറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നിക് സെഡ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. ദ സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് അസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ നിക് സെഡ് ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റീവ് വേർഡ് കൊണ്ട് കണക്ട് ചെയ്തു. ഐ എന്നുള്ളത് നിക്ക് ബോയ് ആയതുകൊണ്ട് ഹി ആയിട്ട് മാറും. അപ്പോൾ ഹി വരുന്ന 2 ഓപ്ഷനാണ് ഉള്ളത്. നമുക്ക് സി എലിമിനേറ്റ് ചെയ്യാം. അവിടെ ഹി ഒന്നും പറഞ്ഞിട്ടില്ല. വില്ല് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. വിൽ സ്റ്റാർട്ട് എന്ന് പറയുന്നത് വുഡ് സ്റ്റാർട്ട് ആണ് ആവുന്നത്. വുഡ് സ്റ്റാർട്ടഡ് അല്ല. അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ആ ഒരു പോയിന്റ് വെച്ച് ഇവിടെ 2ാമത്തെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ വിൽ സ്റ്റാർട്ട് എന്തു ആവും? വുഡ് സ്റ്റാർട്ട് ആണ് ആവുന്നത്. അപ്പോൾ ഇവിടെ 2 ചേഞ്ചേ ഉള്ളൂ. ഹി ആയിട്ട് മാറും, വില്ല് വുഡ് ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ചോദ്യം. ദ ട്രെയിൻ ഡാഷ് ബൈ ദ ടൈം സുമ റീച്ച്ഡ് ദ സ്റ്റേഷൻ. പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻ ആണ്. അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായി പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻസ് ആണെന്ന്? ഇവിടെ കണ്ടില്ലേ, റീച്ച്ഡ് ദ സ്റ്റേഷൻ V2 ആണ് തന്നേക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആ തന്നേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചു വെച്ച റൂൾ അനുസരിച്ച് ആദ്യം നടന്ന ആക്ഷൻ, പാസ്റ്റിൽ 2 ആക്ഷൻസ് നടന്നാൽ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും 2ാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും വേണം പറയാൻ. ഇവിടെ ആദ്യം നടന്നത് എന്താ? ട്രെയിൻ പോയതാ. 2ാമത് നടന്നത് സുമ സ്റ്റേഷനിൽ എത്തിയതാ. അപ്പോൾ പാസ്റ്റിൽ ആദ്യം നടക്കുന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 ഫോമിൽ വേണം എഴുതാൻ. തുടർന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് V2 വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് ട്രെയിൻ പോയി കഴിഞ്ഞതാ. ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് ലെഫ്റ്റ് ആണ് ആൻസർ. അടുത്ത ചോദ്യം. സാം ഈസ് ടു ടയേർഡ് ഡാഷ് വാക്ക്. ഇവിടില്ലേ ടു ഫോമാണ്. TOO2 ഫോമാണ്. അപ്പോൾ ടു എന്ന പ്രയോഗം നടക്കാനാവാത്ത വിധം ക്ഷീണിതൻ എന്ന അർത്ഥത്തിലാണ്. സാം ഈസ് ടു ടയേർഡ് ടു വാക്ക്. നടക്കാനാവാത്ത വിധം സാം ക്ഷീണിതനായി. ഇപ്പൊ ടു ആണ് ആൻസർ. ടു ഫോമാണെന്ന് ഓർക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാ തന്നിരിക്കുന്ന സെന്റൻസ് എന്തോ? ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗെദർ. ഇവർ നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തോ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഓപ്ഷനിൽ നോക്കുക. ഡു ദേ പോസിറ്റീവ് ആണ്, ഡിഡ് ദേ പോസിറ്റീവ് ആണ്, ഡസ് ദേ പോസിറ്റീവ് ആണ്, ഡോണ്ട് ദേ നെഗറ്റീവ് ആണ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് കണ്ടെത്താം. ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ഡു എന്ന് പറയുന്നതാണ് ഓക്സിലറി വെർബ്. ഡു എന്ന ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഡു ദേ ആയിരിക്കും. ഡു ദേ. ഡ്രിങ്കിങ്ങും ഡ്രൈവിങ്ങും, ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് പ്ലൂറൽ അല്ലേ, അതുകൊണ്ടാണ് ദേ യൂസ് ചെയ്തത്. ഡു ദേ ആണ്. അടുത്ത ചോദ്യം. ദിസ് ഈസ് ദ സ്പോട്ട് ഡാഷ് ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ്. എവിടെയാണോ അപകടം നടന്നത് അവിടെ. ഏത് സ്പോട്ടിലാ? ഈ സ്പോട്ടിലാണ് അപകടം നടന്നത്. അപ്പൊ സ്പോട്ടിനെ അല്ലെങ്കിൽ പ്ലേസിനെയാ സൂചിപ്പിക്കുന്നത്. പ്ലേസിനെ സൂചിപ്പിക്കുമ്പോൾ എന്താ ചേർക്കേണ്ടേ? വെയർ.
എവിടെയാണോ അപകടം നടന്നത് അവിടെ എന്ന അർത്ഥത്തിലാണ് വെയർ. അടുത്ത ചോദ്യം, നൈദർ ഓഫ് ദം ഡാഷ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. നൈദർ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഐദർ ഓഫ്, വൺ ഓഫ് ഇവയെല്ലാം കഴിഞ്ഞിട്ട് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, വൺ ഓഫ്, ഈച്ച് ഓഫ് അങ്ങനെയുള്ള വേർഡ്സ് കഴിഞ്ഞതിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയ ദം യൂസ് ചെയ്തു. അപ്പൊ സിംഗുലാർ വെർബ് ഇവിടെ ഏതാ? ഹാസ്, ഈസ്, ഹാസ് ഒക്കെ, ഈസ്, ഹാസ്, ഡസ്, വാസ് ഒക്കെ സിംഗുലാർ ആണ്. അപ്പോൾ ഹാസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഹാസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ദ ജെറണ്ട് ഫോം ഓഫ് റൺ. ജെറണ്ട് എന്ന് വെച്ചാൽ ING ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ റണ്ണിന്റെ ING ഫോം എന്തുവാ? റണ്ണിങ്, അത്രയേ ഉള്ളൂ. ING ഫോം ഓഫ് ദ വെർബിനെ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. സ്മോക്ക്, സ്മോക്കിന്റെ കൂടെ ING വന്നപ്പോൾ അതൊരു നൗൺ ഫോം ആയി, എന്ന് വെച്ചാൽ ജെറണ്ട് ആയിട്ട് മാറി. അപ്പൊ ING ഫോം ഓഫ് ദ വെർബിനെ നൗൺ ആയി ഉപയോഗിക്കുന്നതിനെയാ ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ജെറണ്ട് ഫോം ഓഫ് റൺ ഏതാ? റണ്ണിങ് ആണ്, റണ്ണിങ്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് സൂപ്രണ്ട്. സൂപ്രണ്ടിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്തുവാ? സൂപ്പർ ഇന്റൻഡന്റ് എന്ന് എഴുതുന്നത്. സൂപ്പർ എന്ന് എഴുതാ, ഇൻ എന്ന് എഴുതാ, ടെൻ എന്ന് എഴുതാ, ഡെന്റ്. സൂപ്പർ ഇന്റൻഡന്റ്, സൂപ്രണ്ട്, സൂപ്രണ്ട് എന്ന് വായിക്കും. SUPERINTENDENT. അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ. ഷട്ട് ദ വിൻഡോ എന്ന് പറയുന്ന ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് അല്ലേ? എങ്ങനെ മനസ്സിലായി? വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇവിടെ ഷട്ട് എന്ന് പറയുന്ന വേർബ് ആണ്. വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസിനെ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ ലെറ്റ് വെച്ചാണ് തുടങ്ങേണ്ടത്. ലെറ്റ്. ആ ഒരു ക്ലൂ അറിയാമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. കാരണം ലെറ്റ് ഉള്ള വേറെ ഒരു ഓപ്ഷനും ഇല്ല, സി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലെറ്റ് എഴുതി, അത് കഴിഞ്ഞ് പാസീവ് ഫോമിന്റെ റൂൾ അനുസരിച്ച് ഒബ്ജക്റ്റ് വേണം സബ്ജക്റ്റ് ആയിട്ട് എഴുതാൻ. ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? ദ വിൻഡോ. അത് സബ്ജക്റ്റ് ആയിട്ട് എഴുതി, ദ വിൻഡോ. പിന്നെ ബി ആണ്. അപ്പൊ ലെറ്റ് പ്ലസ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെന്റൻസ്. അപ്പോൾ ആക്റ്റീവ് സെന്റൻസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, ദ വിൻഡോ. അത് കഴിഞ്ഞ് എന്തോ എഴുതണം? ബി എഴുതണം. പിന്നെ V3 ഷട്ടിന്റെ V3 ഷട്ട് തന്നെയാണ്. ഇപ്പൊ ലെറ്റ് പ്ലസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെന്റൻസ് ആയിരിക്കും. സബ്ജക്റ്റ് ഓഫ് ദ പാസീവ് സെന്റൻസ് ആയിട്ട് വരുന്നത് ബി എഴുതാ, V3. അടുത്ത ചോദ്യം, ദ പോലീസ് ഡാഷ് വിജിലന്റ്. ഇവിടെ ഇല്ലേ ഒരു ഫോഴ്സിനെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതല്ലേ, അല്ലാതെ ഒരാളെ സൂചിപ്പിക്കുന്നതല്ലല്ലോ, ഒരു കൂട്ടം ആൾക്കാരെ പറയുന്നതാ. അതുകൊണ്ട് ദ പോലീസ് അല്ലെങ്കിൽ ദ ആർമി എന്നൊക്കെ പറയുമ്പോൾ പ്ലൂറലാ, ഒരു കൂട്ടം ആൾക്കാരെ പറയുന്നതുകൊണ്ട് പ്ലൂറലാണ്. ഇവിടെ പ്ലൂറലായിട്ട് 2 എണ്ണം ഉണ്ട്, ആറും ഉണ്ട് വേറും ഉണ്ട്. എന്തുവാ? ആറാണ്. കാരണം ആയിരുന്നു എന്നല്ലല്ലോ, ആണ് എന്നുള്ളതാ. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ അല്ലേ, പോലീസ് വിജിലന്റ് അല്ലേ, ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസി വേണം പറയാൻ. ദ പോലീസ് ആർ വിജിലന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോലീസ് എന്ന് പറയുന്ന പ്ലൂറൽ ആണെന്നുള്ള ക്ലൂ ഓർക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഇഡിയം ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് മീൻ? ഇതില്ലേ ചിപ്പ് ഓഫിന് OFF ഉണ്ട്, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. OFF. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ എന്നാണ് മീനിങ്. അച്ഛന്റെ അതേ സ്വഭാവം കാണിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള മീനിങ് ആണ്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്തുവാ? ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ, അവരുടെ പാരന്റ്സിന്റെ അതേ സ്വഭാവം എന്നൊക്കെ പറയുന്നത്. അടുത്ത ചോദ്യം, മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ ഡാഷ് ദ ടൗൺ. ഒരു ചെറിയ ടൗണില് എന്ന് വെച്ചാൽ ഒരു ടൗൺ ആണ് പറയുന്നത്, ഒരു ചെറിയ പ്രദേശമല്ലേ. ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ. ഓൺ ദ ടൗൺ അല്ല, ടൗണിൽ എന്ന മീനിങ് അല്ലേ, ഇൽ, ടൗണിൽ. ഇപ്പൊ എൻ്റെ മുത്തശ്ശിക്ക് ടൗണിൽ താമസിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി ടൗണിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇൻ ആണ്. അടുത്ത ചോദ്യം, ദ ഫോമർ പാർട്ട് ഓഫ് ദ ഫിലിം ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ ഡാഷ്. ഫോമർ ആദ്യത്തേത് എന്നുവെച്ചാൽ ഫിലിമിന്റെ ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗത്തേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ രണ്ടാമത്തേത് സെക്കൻഡ് എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ട് ലാറ്റർ ആണ്, LATTER ആണ് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് സെക്കൻഡ്, രണ്ടാമത്തേത് LATTER.
അടുത്ത ചോദ്യം, ഷീ ലീവ്സ് എ ഡാഷ് ലൈഫ് ദെയർ. അവൾ അവിടെ എന്ത് ജീവിതമാണ് നയിക്കുന്നത്? ഏകാന്തമായ ജീവിതമാണ് നയിക്കുന്നത്. ലോൺലി, എലോൺ ലൈഫ് അല്ല, ഒള്ളി ലൈഫ് അല്ല, ലേറ്റ്ലി ലൈഫ് അല്ല, ലോൺലി ലൈഫാണ്. ഏകാന്തമായ ജീവിതമാണ് അവൾ അവിടെ നയിക്കുന്നത്. ഒരു സെന്റൻസ് നോക്കുക, സെന്റൻസിന്റെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ വെറുതെ എലോൺ വരുമോ, എലോൺ ഷീ ലീവ്സ് എ എലോൺ ലൈഫ്, അങ്ങനെ നോക്കരുത്. എല്ലാം യോജിക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്തായാലും തെറ്റേ കിട്ടത്തുള്ളേ. നമ്മൾ അർത്ഥം മനസ്സിലാക്കുക, അവിടെ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എപ്പോഴും നമ്മളിപ്പം പ്രിപ്പോസിഷൻ ഒക്കെ എഴുതുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് തന്നെ പറയാം, മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ. നമ്മൾ ഓരോന്ന് ഇട്ട് നോക്കും. ഓൺ ദ ടൗൺ, ആ മാച്ച് ആണല്ലോ. ഇൻ ദ ടൗൺ മാച്ച് ആണ്. അറ്റ് ദ ടൗൺ അത് മാച്ച് ആണ്. അയ്യോ ഇതിൽ ഏതാ ഉത്തരം? അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരും. അല്ലാതെ നമ്മൾ മീനിങ് നോക്കാം. ടൗണിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇൽ അകത്ത് എന്നൊക്കെ ഉള്ള മീനിങ് ആണെങ്കിൽ ഇന്നാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാ 20 ചോദ്യം. മനസ്സിലായി എന്ന് വിശ്വസിക്കുക. അപ്പൊ നിങ്ങൾ ഇടുന്ന ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താലേ അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇന്ന് ക്ലാസ് കണ്ടു, ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ക്ലാസ് കണ്ടു, അതിൽ കാര്യമില്ല. ഡെയിലി ചെയ്യുന്ന കാര്യം നമുക്ക് എപ്പോഴും ഒന്ന് ഈസി ആവും. ഓക്കെ, അതൊന്ന് എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുതേ. ആ തംസ് അപ്പ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.